വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നദ്ധിയിലാണ് നമ്മൾ ഓരോരുത്തരുമായിരിക്കുക. വിളിച്ചാൽ വിളി കേൾക്കുന്ന പുണ്യവാൻ്റെ സന്നദ്ധിയിലായിരിക്കുന്ന ഈ നിമിഷം നമ്മുടെ എല്ലാ നിയോഗങ്ങളും പുണ്യവാൻ്റെ സന്നദ്ധിയിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ, എൻ്റെ ഈ ആവശ്യത്തിന് വേണ്ടി, എൻ്റെ നിയോഗത്തിന് വേണ്ടി, എൻ്റെ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ളൊരു നിയോഗം നമുക്ക് ഈ നിമിഷം ഓർക്കാം. നമുക്കൊത്തിരി സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും ഒക്കെ ഉള്ളവരാ. പലവിധ പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ട്. മക്കളെ ഓർത്ത് വേദനിക്കുന്നവരാ. ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നമുക്കത് ഏൽപ്പിക്കാം. പുണ്യവാനെ, ഈ നൊവേന പ്രാർത്ഥന ചൊല്ലുമ്പോൾ അങ്ങയുടെ പ്രത്യേകമായിട്ടുള്ള മാധ്യസ്ഥ സഹായം ഞാൻ ആവശ്യപ്പെടുന്ന ഈ നിയോഗത്തിന് വേണ്ടി ചോദിച്ച് ഞങ്ങൾക്ക് വാങ്ങിച്ചു തരണേ എന്ന് നമുക്ക് ഈ നിമിഷം ആവശ്യപ്പെടാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഓർത്ത്, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾ ഓർത്ത്, നമ്മുടെ കുടുംബത്തെ ഓർത്ത്, നമ്മുടെ ജീവിതത്തെ ഓർത്ത്, വരാൻ പോകുന്ന കാര്യങ്ങളെ ഓർത്ത് എല്ലാം വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നദ്ധിയിൽ ഏൽപ്പിച്ച് പുണ്യവാനെ പ്രാർത്ഥിക്കണേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ നൊവേന പ്രാർത്ഥന ഏറ്റവും വിശ്വാസത്തോടെ നമുക്ക് ഈ നിമിഷം ചൊല്ലി പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ശാരീരികമായ നന്മകളാലും അത്ഭുതസിദ്ധികളാലും ജീവിതകാലത്ത് തന്നെ വിശുദ്ധ അന്തോണീസിനെ അനുഗ്രഹിക്കുവാൻ തിരുമനസ്സായ അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങേക്കെതിരായി ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. അങ്ങയുടെ പ്രിയസുതനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോമിശിഹായുടെ നാമത്തിലും സുഹൃതസമ്പന്നമായ ജീവിതത്താൽ അങ്ങേ സംപ്രീതനാക്കിയ വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥതയിലും ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ദയാപൂർവ്വം സ്വീകരിക്കുകയും ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരികയും ചെയ്യണമേ. ആമേൻ. നിരന്തരമായ ജാഗ്രതയാലും തീക്ഷ്ണമായ പ്രാർത്ഥനയാലും വിശുദ്ധിയുടെ വിളനിലമാവുകയും വേദപുസ്തക പഠനത്താലും ധ്യാനത്താലും വേദവിജ്ഞാനിയായി തീരുകയും ചെയ്ത വിശുദ്ധ അന്തോണീസേ, വിശുദ്ധിയിലും വിജ്ഞാനത്തിലും നിരന്തരം വളർന്നു വരുവാനും ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുൻപിൽ സംപ്രീതനായി തീരുവാനും ആവശ്യമായ അനുഗ്രഹം ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ പിതാവിലുള്ള ദൃഢമായ വിശ്വാസത്താലും പാരത്രിക ജീവിതത്തിലുള്ള സജീവമായ ശരണത്താലും ജീവിതത്തെ ധന്യമാക്കുകയും പരസ്നേഹ പ്രവർത്തനങ്ങൾ വഴി ജീവിതത്തെ ബലിയായി സമർപ്പിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോണീസേ, ദൈവിക പുണ്യങ്ങളിലും സുവിശേഷ സുഹൃത്തുക്കളിലും അനുദിനം വളർച്ച പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയിൽ വിളങ്ങിയിരുന്ന ദാരിദ്ര്യാരൂപയും ജീവിതലാളിത്യവും ഞങ്ങളിൽ വളരുവാൻ ഇടവരുത്തണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പരിശുദ്ധാത്മാവിന്റെ നിവേശനത്താൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ദൈവിക ദാനങ്ങളും വരങ്ങളും സമൃദ്ധമായി സമ്പാദിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോണീസേ, രോഗികൾക്ക് ആരോഗ്യം പ്രദാനം ചെയ്യുന്നതിനും ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നതിനും രഹസ്യങ്ങളും ഭാവി കാര്യങ്ങളും ഗ്രഹിക്കുന്നതിനും കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായ യാതൊന്നുമില്ല. അങ്ങയുടെ മധ്യസ്ഥതയിൽ ശരണപ്പെടുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ബുദ്ധിമുട്ടുകളിലും കരുണാപൂർവ്വം ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സഭയുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുവാനും മർത്യരെ ആശ്വാസമായി അധ്വാനിക്കുവാനും ദിനരാത്രികൾ ചെലവഴിച്ച വിശുദ്ധ അന്തോണീസേ, വിശ്വാസ സന്മാർഗത്തിനെതിരായുള്ള എല്ലാ പ്രതിസന്ധികളിലും സഭയോട് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നീതിക്ക് വേണ്ടി നിലകൊള്ളുമുള്ള സന്നദ്ധത ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അപകടങ്ങൾ ചിരിക്കുന്ന യാത്രക്കാരുടെയും വേദന അനുഭവിക്കുന്ന മാതാപിതാക്കളുടെയും പ്രത്യേക മധ്യസ്ഥനും അനാഥശിശുക്കളുടെ ആശാകേന്ദ്രവുമായ അങ്ങ് ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു പരിപാലിക്കുകയും ഞങ്ങളെ അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യണമേ. ആമേൻ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. നമ്മുടെ അപേക്ഷകളും നമ്മുടെ കൃതജ്ഞതയും അർപ്പിക്കേണ്ട നിമിഷമാണിത്. നമുക്കെല്ലാവർക്കും ഇരുന്നു കൊണ്ട് പ്രത്യേകമായിട്ട് അച്ഛൻ വായിക്കുന്ന ഓരോ പ്രാർത്ഥനകളും അപേക്ഷകളും നമ്മുടെ മനസ്സിലോട് ചേർത്ത് വെച്ചുകൊണ്ട് ആ നിയോഗങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ ഉത്തരമുണ്ടാകും. അതാണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുക. മറ്റൊരാൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടുതരും. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിമിഷമാണിത്. നമ്മുടെ നിയോഗങ്ങൾ കൂടി നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. കാരണം അച്ഛൻ പറയുന്ന പല പ്രാർത്ഥനകളും നിങ്ങളുടെ നിയോഗങ്ങൾ തന്നെയായിരിക്കും. ആ നിയോഗങ്ങൾ വായിച്ച് കേൾക്കുമ്പോൾ, അപേക്ഷകൾ വായിച്ച് കേൾക്കുമ്പോൾ നിങ്ങളുടെ നിയോഗങ്ങൾ കൂടി ചേർത്ത് വെച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ഒത്തിരി അപേക്ഷകളും നിയോഗങ്ങളും നമുക്ക് കടന്നു വരുന്നുണ്ട്. പലപ്പോഴും പ്രാർത്ഥിക്കാനായിട്ട് പലരും ഇമെയിൽ അയക്കും, പലരും വാട്സപ്പ് നമ്പറിലൂടെ എനിക്ക് അപേക്ഷകൾ എഴുതി അയക്കും. ഞാൻ അവരുടെ എല്ലാ നിയോഗങ്ങളും ഇങ്ങനെ എഴുതി വയ്ക്കും. ഒത്തിരി ആവശ്യങ്ങൾ പറഞ്ഞ് ആൾക്കാർ അയക്കുന്നുണ്ട്. ഇന്നാണെങ്കിൽ തന്നെ രാവിലെ തൊട്ട് ഒത്തിരി പ്രാർത്ഥന ആവശ്യങ്ങളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പലരും ഓൺലൈൻ വഴി ഇത് നൊവേനയിൽ പങ്കെടുക്കുന്നവരുണ്ട്, ഒത്തിരി ദൂരെ ഇരുന്ന് പങ്കെടുക്കുന്നവരുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സഹോദരി എന്നോട് പറഞ്ഞൊരു കാര്യം എങ്ങനെയാണ്, അച്ഛാ എല്ലാ ചൊവ്വാഴ്ചയിലും നൊവേന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. ആ വ്യക്തി എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛനോട് ഞാൻ നേരത്തെ കൂട്ടി ഇമെയിൽ ചെയ്തിരുന്നു ഒരു നിയോഗത്തിന് വേണ്ടി, കടബാധ്യത മാറാൻ വേണ്ടിയിട്ടാണ് ആ സഹോദരി പ്രാർത്ഥിക്കാൻ പറയുക. ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ചയിലും അതിൻ്റെ മുമ്പത്തെ ചൊവ്വാഴ്ചയിലും ഒക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചൊരു നിയോഗമാണ്. ആ സഹോദരി കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് എന്നോട് പറയുക, അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി അനുഗ്രഹം ഞങ്ങൾക്കതിലൂടെ ലഭിക്കുന്നുണ്ട്. അത് കൂടാതെ അതിനുള്ള വഴികൾ, ഞങ്ങളുടെ നാട്ടിലൊരു പ്രോപ്പർട്ടി വിൽക്കാനായിട്ടുണ്ടായിരുന്നു, അത് വിറ്റുപോയി, അതുകൊണ്ട് ഒത്തിരി നന്ദി പറയുന്നു എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായി. അതോടൊപ്പം തന്നെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നൊരു മകള്, ആ മകളുടെ പ്രാർത്ഥന ആവശ്യം ഞാൻ ഇവിടെ വായിച്ചതാണ്. നമ്മളെല്ലാവരും ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. ഇന്ന് മകള് വളരെ സന്തോഷത്തോടു കൂടെ വിദേശത്തായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒത്തിരി നന്ദി പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യുകയുണ്ടായി. അങ്ങനെ ഒത്തിരി നിയോഗങ്ങൾ സാധിച്ചു കിട്ടുന്നുണ്ട്. ഒത്തിരി പേരുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഓർക്കാം, ഒരു വീട് പണിയുടെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ചകളിലൊക്കെ ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു ആവശ്യമാണ്. അതിനൊത്തിരി തടസ്സങ്ങളായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ തടസ്സമൊക്കെ മാറി വീട് പണി പുനരാരംഭിച്ചു. ഇന്ന് വളരെ സന്തോഷത്തോടുകൂടി കഴിഞ്ഞ ദിവസം എനിക്ക് അവരുടെ വീട് പണിയുടെ ഫോട്ടോ ആ സഹോദരൻ എനിക്ക് അയച്ചു തന്നു. ഒത്തിരി നന്ദിയിട്ട് ഞങ്ങളുടെ വീട് പണി ആരംഭിച്ചു, വളരെ സുഗമമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നു, എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിച്ചതിന് ഒത്തിരി നന്ദി. സാക്ഷ്യമായിട്ട് അച്ഛൻ പറയണോട്ടോ എന്ന് എന്നോട് കഴിഞ്ഞ ദിവസം പറയുകയാണ്. അതോടൊപ്പം തന്നെ 10ാം ക്ലാസ്സിൽ +2 പരീക്ഷ എടുക്കുമ്പോൾ ഞാൻ പല ചൊവ്വാഴ്ചകളിൽ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ്, പ്രാർത്ഥിക്കണമെന്ന്. കഴിഞ്ഞ ദിവസം ഒത്തിരി മക്കൾ പരീക്ഷകളൊക്കെ വളരെ എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞ് പലരും മെസ്സേജ് അയച്ചു, പലരും പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടതാണ്. നമ്മളെല്ലാ ചൊവ്വാഴ്ചയിലും നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു. പ്രത്യേകമായിട്ട് മക്കളുടെ നന്ദികൾ പ്രത്യേകമായിട്ട് ദൈവത്തിന് മുമ്പിൽ നമുക്ക് ഏൽപ്പിക്കാം. അങ്ങനെ ഒത്തിരി ആവശ്യങ്ങൾ നടന്നു കിട്ടുന്നുണ്ട് പുണ്യവാനോട് പ്രാർത്ഥിക്കുമ്പോൾ. പലരും ഓൺലൈനിലിരുന്ന്, ഞാൻ ഓർക്കുക, ഒത്തിരി മനുഷ്യർ, നമ്മളിപ്പോൾ ഇത്രയും പേരുള്ളെങ്കിൽ ഓൺലൈനിൽ ഈ നൊവേനയിൽ പങ്കെടുക്കുന്നത് ചിലപ്പോൾ 10,000 പേരാ അല്ലെങ്കിൽ 15,000 പേരൊക്കെ പങ്കെടുക്കുന്നത് ഈ നൊവേനയിൽ. ഒത്തിരി പേര് പ്രാർത്ഥന ആവശ്യങ്ങൾ അതിൻ്റെ അടിയിൽ കമൻറ്റുകളായിട്ട് ഇടുന്നുണ്ട്. അച്ഛൻ യൂട്യൂബിലിടുമ്പോൾ ഒത്തിരി പേരുടെ കമൻറ്റുകളായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ പലരോടും പറയുക, നിങ്ങൾ കമൻറ്റുകൾ ചെയ്തോളൂ, അതിൽ പ്രത്യേകമായിട്ടുള്ള നിയോഗങ്ങൾ പറയുന്നുണ്ട്. ആ നിയോഗങ്ങൾ എഴുതിയെടുത്ത് അച്ഛൻ പ്രത്യേകമായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുക, ഒത്തിരി മനുഷ്യർ വിദേശത്തും സ്വദേശത്തൊക്കെ ആയിട്ടിരുന്ന് ഈ നൊവേന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. നമുക്കും പ്രാർത്ഥിക്കാം പുണ്യവാനോട്. ഞാൻ പറയുമ്പോൾ നമ്മൾ മറ്റൊരാളുടെ നിയോഗം വായിച്ച് കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ക്ഷീണം തോന്നും, ഉറക്കം തോന്നും. പക്ഷേ ഞാൻ പറയുക, മനസ്സിരുത്തി പ്രത്യേകമായിട്ട് ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. മറ്റൊരാളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ദൈവം തരും. ആ വിശ്വാസത്തോടെ വേണം ഈ നിമിഷമായിരിക്കാൻ. ഒത്തിരി പേരുടെ അനുഗ്രഹ സാക്ഷ്യങ്ങൾ ഇതിനു മുമ്പിലുണ്ട്. ഒത്തിരി പേരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കൊടുത്തൊരു പുണ്യവാൻ്റെ മാധ്യസ്ഥ ശക്തി ഇവിടെയുണ്ട്. പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഒത്തിരി മക്കൾ, ഇന്ന് തന്നെ നമുക്കറിയാം, ഒത്തിരി മക്കൾ ദൂരെ നിന്നൊക്കെ ഇന്ന് നൊവേന കൂടാനായിട്ട് കടന്നു വന്നിട്ടുണ്ട്. അതിന് കാരണം ഒത്തിരി മക്കൾക്ക് അനുഗ്രഹം കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ്. പലരും വന്നിട്ട് പ്രാർത്ഥിക്കാൻ പറയും. ഹൈന്ദവർ പലരും പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ തൊട്ടടുത്തുള്ള ഹൈന്ദവർ വന്നിട്ട് പറഞ്ഞാൽ പ്രാർത്ഥിക്കണോട്ടാ ഈ നിയോഗം. ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവരൊക്കെ പുണ്യവാൻ്റെ മാധ്യസ്ഥം ആഗ്രഹിക്കുന്നവരാ, പ്രാർത്ഥിക്കുന്നവരാ. അവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരുടെ നിയോഗങ്ങൾ ദൈവത്തിന് മുമ്പിൽ ഏൽപ്പിക്കാം. പുണ്യവാൻ്റെ മാധ്യസ്ഥ ശക്തിക്ക് ഒത്തിരി ശക്തിയുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാം. അതുകൊണ്ട് തന്നെ വായിച്ചു കേൾക്കുന്ന നിയോഗങ്ങൾ, നമ്മുടെ നിയോഗങ്ങൾ ചേർത്ത് വെച്ച് നമുക്ക് ഈ നിമിഷം പുണ്യവാൻ്റെ സന്നിധിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് വിട്ടുകൊടുക്കാം.
സ്നേഹം നിറഞ്ഞ ജിനുവച്ച, എൻ്റെ പേര് ലീന ജോൺസൺ എന്നാണ്. കാരുണ്യവാനായ ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ ഈ നിയോഗത്തിന് വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. എല്ലാ ചൊവ്വാഴ്ചയിലും അച്ഛൻ്റെ ഓൺലൈനിലിടുന്ന നൊവേനയിലും വിശുദ്ധ കുർബാനയിലും പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. എൻ്റെ നിയോഗങ്ങൾ പലപ്പോഴും അച്ഛൻ്റെ അടുത്ത് ഞാൻ പ്രാർത്ഥന സഹായമായിട്ട് പറയാറുണ്ട്. അച്ഛൻ എൻ്റെ നിയോഗം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അവിടുന്ന് ദാനമായി നൽകിയ മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും സന്തോഷത്തിലും സമാധാനത്തിലും സമ്പത്തിലും ജീവിക്കുവാൻ അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. എൻ്റെ മക്കൾ സന്തോഷത്തോടെ ജീവിക്കണം, അവരുടെ എല്ലാ കാര്യങ്ങളും ശരിയാകണം. അതിനുവേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കണേ. ആൻമരിയ എന്ന മകളുടെ ഒരു പ്രാർത്ഥനയാണ്. എക്സാമിൽ നീറ്റിൻ്റെ എക്സാം വരുന്നു, അതിൽ ക്വാളിഫൈ ചെയ്യാനും അതിൽ അഡ്മിഷൻ ലഭിക്കാനും എല്ലാ കാര്യങ്ങളും ശരിയാകാനും പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിക്കുന്നൊരു മകൾ. ആത്മരിയ എന്നാണ് പേര്. ഒരു നിയോഗ പ്രാർത്ഥനയുണ്ട് പ്രത്യേകമായിട്ട്. ഷൈനി എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥനയാണ്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകാൻ വേണ്ടി, മകന് ഒരു നല്ല ജോലി ലഭിക്കുവാൻ വേണ്ടി, അതുപോലെ തന്നെ മകനും മകൾക്കും നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കുവാനും സന്തോഷത്തോടു കൂടെ ജീവിക്കാനും വേണ്ടി അച്ഛ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. വിദേശത്തായിരിക്കുന്ന എൻ്റെ ഭർത്താവിന് വേണ്ടി കൂടി അച്ഛൻ പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. എൻ്റെ ഭർത്താവിൻ്റെ നിയോഗത്തിന് വേണ്ടി കൂടി, ആ ഭർത്താവിൻ്റെ പേരും പറഞ്ഞിട്ടുണ്ട്, ഭർത്താവിൻ്റെ നിയോഗത്തിന് വേണ്ടി കൂടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ദൈവത്തിന് മുമ്പിൽ ആ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജിജി ആൻ്റണി എന്നൊരു മകന് വേണ്ടി പ്രാർത്ഥന സഹായം ചോദിക്കുന്നതാണ്. SLC പഠിക്കുന്ന മകന് നല്ല മാർക്ക് ലഭിക്കാൻ വേണ്ടി അച്ഛ പ്രാർത്ഥിക്കണേ. ജിജി ആൻ്റണി എന്ന മകളുടെ പ്രാർത്ഥന സഹായമാണ്. ദൈവത്തിന് മുമ്പിൽ ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. മേരി സിജി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥന നിയോഗമാണ്. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, എല്ലാ ചൊവ്വാഴ്ചയിലും നൊവേനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതോടൊപ്പം എല്ലാ ദിവസത്തെയും വിശുദ്ധ കുർബാനയിൽ ഓൺലൈനിലായിട്ട് പങ്കെടുക്കുന്നു. അച്ഛ, എൻ്റെ നിയോഗങ്ങൾ, എൻ്റെ വീട് ജപ്തിയുടെ വക്കിലാണ്. 5 ലക്ഷം രൂപ കടമുണ്ട്, അത് തിരിച്ചടയ്ക്കണം. യാതൊരു വഴിയും മുൻപിലില്ല. പ്രത്യേകമായിട്ട് പുണ്യവാൻ്റെ മാധ്യസ്ഥ ശക്തിയാൽ എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞു കിട്ടുവാൻ വേണ്ടി ജിനുവച്ച ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അതോടൊപ്പം എൻ്റെ മക്കളുടെ അനുസരണക്കേടും അതോടെ ചീത്ത കൂട്ടുകെട്ടുകളും മാറ്റിക്കിട്ടാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. മകൻ്റെ പേര് ഏതൻ എന്നാണ്. ആ മകന് ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ മുമ്പിൽ ആ മകളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ബെന്നി എന്ന് പറയുന്നൊരു മകൻ്റെ പ്രാർത്ഥന നിയോഗമാണ്. ശ്വാസമുട്ടൽ മാറാൻ വേണ്ടി അച്ഛാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ മുമ്പിൽ ആ സഹോദരൻ്റെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ബിന്ദു എന്ന മകളുടെ ഒരു നിയോഗമാണ്. എൻ്റെ സഹോദരന് നല്ല ദൈവവിശ്വാസം ഉണ്ടാകുന്നതിനും അതിലൂടെ അയാളുടെ വിവാഹ തടസ്സം മാറുന്നതിനും വീട് പണി നടക്കുന്നതിനു വേണ്ടി സ്നേഹം നിറഞ്ഞ ജിനുവച്ച പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ മുമ്പിൽ ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഡെന്നീസ് എന്ന് പറയുന്ന ഒരു മകൻ്റെ പ്രാർത്ഥനയാണ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, എല്ലാ ചൊവ്വാഴ്ചയിലും നൊവേനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. വിശ്വാസത്തോടു കൂടെയാണ് ഞാൻ ഈ പ്രാർത്ഥന എഴുതുന്നത്. അച്ഛൻ എൻ്റെ ഈ നിയോഗം പ്രത്യേകമായിട്ട് മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കണേ. എൻ്റെ നിയോഗം എന്നത് എൻ്റെ കടബാധ്യത മാറുന്നതിന് വേണ്ടിയിട്ടാണ്. വീട് വിൽക്കാനായിട്ട് ശ്രമിക്കുന്നു. ഒത്തിരി പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. അച്ഛ, ഇത് പ്രാർത്ഥനയിൽ ഓർക്കണേ. പ്രത്യേകമായിട്ട് ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സാലി എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ പ്രാർത്ഥനയാണ്. എൻ്റെ പേരക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥന ഞാൻ എഴുതുന്നത്. അവൻ പഠിക്കാനുള്ള കാര്യങ്ങൾ മറന്നുപോകുന്നു. അവന് മൈഗ്രൈൻ്റെ പ്രശ്നമുണ്ട്. അതെല്ലാം മാറുന്നതിന് വേണ്ടിയും നന്നായിട്ട് പഠിക്കുന്നതിന് വേണ്ടിയും കുടുംബ സമാധാനത്തിന് വേണ്ടിയും അച്ഛ പ്രാർത്ഥിക്കണേ. റിഷ എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ പ്രാർത്ഥനയാണ്. വിവാഹ വാഗ്ദാന തട്ടിപ്പിന് ഞാൻ ഇരയായിട്ടുണ്ട്. 60,000 രൂപ അതുമൂലം ഒത്തിരിയേറെ വണ്ടിക്ക് വേണ്ടി അടച്ചു. അതിലൊത്തിരി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാ കാര്യങ്ങളും ശരിയാകാനും അതിൻ്റെ തട്ടിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ മാറിക്കിട്ടുന്നതിന് വേണ്ടിയും അച്ഛ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ആ സഹോദരി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിന് മുമ്പിൽ ആ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മേരി എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥനയാണ്. എൻ്റെ വീട്ടിലൊരു കേസ് നടക്കുകയാണ്. അത് ഞങ്ങളുടെ അപ്പച്ചൻ്റെ സഹോദരനാണ് അയൽപക്കത്ത് താമസിക്കുന്നത്. ഞങ്ങൾക്ക് നടക്കുവാനുള്ള വഴി അവർ അടച്ച് വച്ചിരിക്കുകയാണ്. കേസ് ഒഴിവാക്കി ലഭിക്കുവാനും
സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ജീവിക്കാനും അച്ഛ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ഈ നിയോഗങ്ങൾ മുഴുവൻ നമുക്ക് ഓർക്കാം. സോണി എന്ന് പറയുന്നൊരു സഹോദരൻ്റെ പ്രാർത്ഥനയാണ്. എൻട്രൻസ് എക്സാമിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിൽ നല്ല മാർക്ക് ലഭിക്കുവാൻ വേണ്ടി അച്ഛ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ മുമ്പിൽ ആ നിയോഗത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജർമ്മൻ ഭാഷ പഠിക്കുന്ന അഭിജിത്ത് എന്ന മകന് വേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിക്കുകയാണ്. B1 പരീക്ഷ പാസ്സാകാനും അതിൻ്റെ തടസ്സങ്ങൾ മാറിക്കിട്ടാനും ജർമ്മനിയിൽ പോകാനും വേണ്ടി അച്ഛാ പ്രാർത്ഥിക്കണേ. അതോടൊപ്പം +2 പഠിക്കുന്ന അക്ഷമ എന്ന മകൾക്ക് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. അവൾക്ക് അലർജി പ്രശ്നങ്ങളുണ്ട്. അച്ഛൻ്റെ പ്രാർത്ഥനയിൽ എന്നും പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടിയും അച്ഛ പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ മുമ്പിൽ ആ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലിൻസി എന്ന മകളുടെ പ്രാർത്ഥന നിയോഗം. വീട് പണി നടക്കുന്നു, അതിനൊത്തിരിയേറെ തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി സ്നേഹം നിറഞ്ഞ ജിനുവച്ച ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഇത്രയും നിയോഗങ്ങൾ ചേർത്ത് വെച്ച് നമുക്കെല്ലാവർക്കും പാടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന കേൾക്കണമേ കർത്താവേ, എൻ യാചന കേൾക്കണമേ. ഒരിക്കൽ കൂടി ചേർന്ന് പാടാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. ലില്ലി സൈമൺ എന്ന വ്യക്തിയുടെ പ്രാർത്ഥനയാണ്. കടങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി, അതോടൊപ്പം ഭർത്താവിൻ്റെ മദ്യപാനശീലം മാറിക്കിട്ടാൻ വേണ്ടിയും അച്ഛാ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. മേരി ബിൻഫി എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥനയാണ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വർഷങ്ങളായി ശ്വാസം മുട്ടലും ചുമയുമായി കഴിയുന്ന വ്യക്തിയാണ് ഞാൻ. എൻ്റെ ലെൻസിന് അതുപോലെ തന്നെ ശ്വാസകോശവും ചുരുങ്ങുന്ന ഒരു അസുഖമുണ്ട്. അച്ഛാ പ്രത്യേകമായിട്ട് അതിനു വേണ്ടി പ്രാർത്ഥിക്കണേ. പ്രത്യേകമായിട്ട് അതിൻ്റെ ചെലവുകളും ഒത്തിരിയാണ്. അച്ഛൻ്റെ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്നു. അതോടൊപ്പം എൻ്റെ കുടുംബത്തിന് വേണ്ടി കൂടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. എൻ്റെ മകൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാകാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സ്നേഹം നിറഞ്ഞ ജിനുവച്ച എല്ലാ ചൊവ്വാഴ്ചയിലും നൊവേനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. അച്ഛൻ്റെ വിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എൻ്റെ പേര് സൂസന്ന എന്നാണ്. എൻ്റെ കുടുംബത്തിൽ ഒത്തിരിയേറെ കടബാധ്യതയുണ്ട്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നതിന് വേണ്ടിയും, ആധാരം പോലും പണയത്തിലാണ്, ആധാരം തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ആ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിക്കുന്നു. സ്നേഹം നിറഞ്ഞ ജിനുവച്ച എൻ്റെ നിയോഗത്തിന് വേണ്ടി കൂടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ആ വ്യക്തിയുടെ നിയോഗം ലങ്സ് ചുരുങ്ങിപ്പോകുന്ന അസ്വസ്ഥതയാണ്. വലിയൊരു പ്രാർത്ഥന ആവശ്യമാണ് ഇട്ടിരിക്കുക. അതോടെ ഒത്തിരി അസ്വസ്ഥതകളും അസുഖങ്ങളും ആ വ്യക്തിക്കുണ്ട്. പ്രത്യേകമായിട്ട് ആ വ്യക്തിക്ക് വേണ്ടി, ആ വ്യക്തിയുടെ പേര് ജിൻസി എന്നാണ്. ആ ജിൻസിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നു പോകുന്നു. ലെൻസിൻ്റെ പ്രശ്നങ്ങൾ കാരണം ഒത്തിരി ബുദ്ധിമുട്ടുകളാണ്. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ എല്ലാ കാര്യങ്ങളും മാറാനും അസ്വസ്ഥതകൾ ഒഴിവാകാൻ വലിയൊരു ലെറ്റർ ആയതുകൊണ്ടാണ് അച്ഛൻ മുഴുവൻ വായിക്കാത്തത്. ദൈവത്തിന് മുമ്പിൽ ജിൻസി എന്ന മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് മറിയാമ്മ എന്നാണ്. എൻ്റെ ഭർത്താവിൻ്റെ ഒരു കിഡ്നി 2012 ഓപ്പറേഷൻ ചെയ്ത് എടുത്ത് മാറ്റിയതാണ്. ഇപ്പോൾ ഭർത്താവിന് ഒരു കിഡ്നി മാത്രമേ ഉള്ളൂ. കിഡ്നിയിൽ ചെറിയൊരു തടിപ്പ് ഉണ്ടെന്നാണ് ഡോക്ടർ പറയുന്നത്. അതുമൂലം ഒത്തിരിയേറെ അസ്വസ്ഥതകളും എൻ്റെ ഭർത്താവ് അനുഭവിക്കുന്നു. ആ തടിപ്പുകളുടെ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നതിനും എൻ്റെ ഭർത്താവ് സൗഖ്യം പ്രാപിക്കുന്നതിനു വേണ്ടിയും സ്നേഹം നിറഞ്ഞ ജിനുവച്ച പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥ ശക്തിയാൽ എൻ്റെ ഭർത്താവിന് സൗഖ്യമുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എല്ലാ ചൊവ്വാഴ്ചയിലും നൊവേനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. അച്ഛൻ എനിക്ക് വേണ്ടിയും എൻ്റെ ഭർത്താവിന് വേണ്ടി കൂടിയും പ്രാർത്ഥിക്കണേ. ആ വ്യക്തിക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ജിജോയ് ആൻസി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയാണ്. കുടുംബ സമാധാനത്തിന് വേണ്ടി, മക്കളുടെ പഠന വിജയത്തിന് വേണ്ടി, ഒരു ഭവനം പണിത് തീർക്കുന്നതിന് വേണ്ടി, രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. അച്ഛ പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ മുമ്പിൽ പ്രത്യേകമായിട്ട് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സിമി എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥനയാണ്. വീട് പണി തുടങ്ങിയിട്ട് 7 വർഷമായി, അത് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല.
തടസ്സങ്ങളിലാണ് പലതിനും. അച്ഛാ, തടസ്സങ്ങൾ മാറി വീട് പണി പൂർത്തീകരിക്കാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പുണ്യവാനോട് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണേ. ദൈവത്തിന് മുമ്പിൽ ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ജിതിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയാണ്. ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ വഴിപ്രശ്നം നടക്കുകയാണ്. അത് അടുത്ത ദിവസമാണ് കേസ്. അതിൻ്റെ കേസ് കാര്യങ്ങളെല്ലാം മാറിപ്പോകുന്നതിനും അതിന് തടസ്സം മാറിക്കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ ജോയി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി 29 കൊല്ലമായിട്ട് വീടിൻ്റെ ആധാരം പണയത്തിലാണ്. അത് എത്രയും പെട്ടെന്ന് കിട്ടുവാനായിട്ട് അച്ഛ പ്രാർത്ഥിക്കണേ. അതോടൊപ്പം തന്നെ ലിയ എന്ന് പറയുന്ന ഒരു മകൾക്ക് വേണ്ടി കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. ദൈവത്തിനു മുമ്പിൽ ആ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു ജാൻസി എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥനയാണ്. വീട് വെച്ചിട്ട് 26 ലക്ഷം രൂപ കടബാധ്യതയുണ്ട്. അത് മാറാൻ വേണ്ടി അച്ഛ പ്രാർത്ഥിക്കണേ. അതോടൊപ്പം തന്നെ ജീവിത പങ്കാളിക്ക് ഒട്ടും ദൈവഭക്തിയില്ല. മദ്യപാനവും ചീത്ത കൂട്ടുകെട്ടുകളും അമിതമായിട്ടുള്ള മൊബൈൽ ഫോൺ അഡിക്ഷനൊക്കെ ഉണ്ട്. അച്ഛാ, പ്രാർത്ഥനയിൽ എൻ്റെ ജീവിത പങ്കാളി കൂടി ഓർക്കണേ. പിന്നെ മക്കളുടെ പേരുകൾ എലൈനും ഇസാക്കോ എന്നൊന്ന് പേര് പറഞ്ഞേക്കണേ. ആ മക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അച്ഛാ പ്രാർത്ഥിക്കണേ. ദൈവത്തിന് മുമ്പിൽ ആ നിയോഗങ്ങൾ മുഴുവൻ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അടുത്തത് എബീന ബിന്നി എന്ന് പറയുന്ന ഒരു മകളിലാണ്. 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് ലഭിക്കാൻ വേണ്ടി അച്ഛാ പ്രാർത്ഥിക്കണേ. ആക്സൺ പീറ്റർ എന്ന് പറയുന്ന ഒരു മകൻ്റെ പ്രാർത്ഥനയാണ്. സെമിനാരി ജീവിതം 2 വർഷം കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം അവൻ ഒത്തിരിയേറെ അസ്വസ്ഥതകളിലൂടെയാണ് കടന്നു പോവുക. എൻ്റെ മകൻ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ പാടില്ല. അച്ഛൻ എൻ്റെ മകന് വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ആ മകന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം സാംസൺ എന്നൊരു മകന് വേണ്ടി കൂടി പ്രാർത്ഥന സഹായം ചോദിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിൽ ആ മകനെ കൂടി നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. റാണി ജോയ് എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥനയാണ്. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, എന്നെയും എൻ്റെ കുടുംബത്തെയും കൂടി ഒന്ന് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണേ. വലിയൊരു കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന കുടുംബമാണ് എൻ്റേത്. ഒത്തിരി ആവശ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു എഴുതിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുടുംബത്തിൻ്റെ അസ്വസ്ഥതകൾ മാറാനും കുടുംബ സമാധാനം ലഭിക്കാനും അതോടൊപ്പം എൻ്റെ മക്കൾക്ക് നല്ല രീതിയിൽ വളരാനും വേണ്ടിയും അച്ഛാ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ മുമ്പിൽ ആ നിയോഗങ്ങൾ മുഴുവൻ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, എൻ്റെ പേര് ജെൻസൺ എന്നാണ്. ഒരു വീട് പണിയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒത്തിരിയേറെ ബാധ്യതകളുണ്ട് എനിക്ക്. വീട് പണി പൂർത്തീകരിക്കാനും കടബാധ്യതകൾ ഒഴിഞ്ഞു പോകുവാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ആ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അദീന അൽഫോൻസ, പ്രത്യേകമായിട്ട് ആ മകളുടെ നിയോഗങ്ങൾ പഠിക്കാനുള്ള ഓർമ്മശക്തിക്ക് വേണ്ടി, ഉന്നത വിജയത്തിന് വേണ്ടി, അതോടൊപ്പം തന്നെ കുടുംബ സമാധാനത്തിന് വേണ്ടി, സഹോദര സ്നേഹത്തിൽ വളരാൻ വേണ്ടി, ചേച്ചിയുടെ എൻട്രൻസ് എക്സാമിൽ ഉന്നത വിജയം ലഭിക്കാൻ വേണ്ടി ആ മകളുടെ പ്രാർത്ഥനയാണ്. ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സിന്ധു ജോയ് എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥനയാണ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എല്ലാ ചൊവ്വാഴ്ചയിലും വിശുദ്ധ കുർബാനയിലും നൊവേനയിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എൻ്റെ നിയോഗം ഇതാണെച്ചാ, എൻ്റെ ഗർഭപാത്രത്തിൽ തടിപ്പും മുഴകളും ഉള്ളതുകൊണ്ട് ഗർഭപാത്രം റിമൂവ് ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. 17-ാം തീയതി കഴിഞ്ഞ് എനിക്കൊരു ഓപ്പറേഷനാണ്. അച്ഛാ, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണേ. ഒത്തിരി ബുദ്ധിമുട്ടിലൂടെയാണ് ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. കുടുംബത്തിന് വേണ്ടി കൂടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ എന്ന് അപേക്ഷിക്കുന്നു. ആ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മേഴ്സി എന്ന് പറയുന്ന ഒരു മകളുടെ നിയോഗമാണ്. സ്ഥിരമായൊരു ജോലി ലഭിക്കാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ബേബി സേവിയർ എന്ന് പറയുന്ന രോഗപീഠകളാൽ വേദനിക്കുന്ന എനിക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ മുമ്പിൽ ഈ നിയോഗങ്ങൾ മുഴുവൻ നമുക്ക് സമർപ്പിക്കാം. ആ നിയോഗങ്ങൾ ചേർത്ത് വെച്ച് നമുക്കെല്ലാവർക്കും പാടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. ഒരിക്കൽ കൂടി പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. കണ്ണൻ എന്ന് പറയുന്നൊരു മകൻ്റെ പ്രാർത്ഥനയാണ്. ആ മകൻ്റെ തൊണ്ടയിൽ മുള്ള് പോയി
അത് പഴുത്ത് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അതിന് സൗഖ്യം കിട്ടാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിക്കുന്നു. അമ്പാടി എന്നൊരു മകൻ്റെ ക്യാൻസർ മൂലം ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ആ മകൻ്റെ സൗഖ്യത്തിന് വേണ്ടി ആ കുടുംബം പ്രാർത്ഥന ചോദിക്കുന്നു. പുരുഷൻ എന്നൊരു മകന് സോഡിയം കുറഞ്ഞത് മൂലം ഒത്തിരി അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്നു. സൗഖ്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുഭദ്ര എന്ന മകൾക്ക് നീർക്കെട്ട് മൂലം കിടപ്പിലാണ്. അതുകൊണ്ട് അത് സൗഖ്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. അതോടൊപ്പം ഒരു സഹോദരിയുടെ വൈറസ് സംബന്ധമായ അസുഖങ്ങൾ മാറാനും അൾസർ മാറി നീർക്കെട്ടും മാറി കിട്ടാനും ബയോപ്സി നെഗറ്റീവ് ആകാനും വേണ്ടിയും പ്രാർത്ഥന ചോദിക്കുന്നു. ഒരു കുടുംബ സമാധാനത്തിന് വേണ്ടി ഒരു വ്യക്തി പ്രാർത്ഥന ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു പ്രാർത്ഥന നിയോഗം സുഹൃത്തുക്കളുടെ വഞ്ചനയിൽ അകപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന ഒരു മകന് വേണ്ടി ആ കേസിൽ നിന്നും രക്ഷിക്കണമേ എന്ന്, ആ കുടുംബത്തിന് സമാധാനം നൽകണേ എന്ന് ഒരു വ്യക്തിയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. ആ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അൽഫോൻസ മനോജ് പ്രാർത്ഥനാ നിയോഗം കുടുംബത്തെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. വിദേശത്ത് ജോലി ചെയ്യുന്ന ഭർത്താവിൻ്റെ തൊഴിൽ പ്രതിസന്ധികളെ മാറാൻ വേണ്ടി സ്നേഹം നിറഞ്ഞ ജിനുവച്ച പ്രാർത്ഥിക്കണേ. സിമി എന്ന് പറയുന്നൊരു മകളുടെ പ്രാർത്ഥനയാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ വേണ്ടി അച്ഛ പ്രാർത്ഥിക്കണേ. ഒരു കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ മുമ്പിൽ എൻ്റെ പ്രാർത്ഥനകൾ ഞാൻ സമർപ്പിക്കുന്നു. സ്നേഹം നിറഞ്ഞ ജിനുവച്ച എൻ്റെ ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. എൻ്റെ കൂട്ടുകാരിക്ക് എത്രയും പെട്ടെന്നൊരു വീട് കിട്ടുവാനും അതിൻ്റെ തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടിയും അച്ഛ പ്രാർത്ഥിക്കണേ. ദൈവത്തിന് മുമ്പിൽ ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കടബാധ്യത മാറാൻ വേണ്ടി ഒരു മകള് മേഴ്സി എന്ന് പറയുന്ന മകളുടെ പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജാൻവി എന്ന് പറയുന്നൊരു മകള്, ജാൻവി എന്നാണ് അവളുടെ പേര്. അച്ഛാ, എൻ്റെ കുടുംബത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. എന്നും വീട്ടിലെ വഴക്കും ഒച്ചപ്പാടുമാണ്. അതുമൂലം മക്കൾ ഒത്തിരി വേദനയിലൂടെ കടന്നു പോകുന്നു. ഞാനും ഒത്തിരി പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. അച്ഛാ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ മുമ്പിൽ ആ മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തെരേസ എന്ന് പറയുന്നൊരു മകളുടെ പ്രാർത്ഥനയാണ്. അച്ഛാ, എൻ്റെ ചേച്ചിക്ക് ബ്രസ്റ്റിൽ നിന്നും വെള്ളം വരുന്നു. അതിൻ്റെ സൈഡിൽ തടിപ്പുമുണ്ട്. അത് മാറുന്നതിന് വേണ്ടിയും സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടിയും അച്ഛ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. അതോടൊപ്പം തന്നെ ആൻ്റണി എന്ന് പറയുന്ന അപ്പച്ചനാണ്, മദ്യപാനിയാണ്. അതിൻ്റെ മദ്യപാനശീലം മാറാൻ വേണ്ടിയും വീട് പണി പൂർത്തിയാകാൻ വേണ്ടിയും അച്ഛ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ മുമ്പിൽ ആ വ്യക്തിയുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ജിനുവച്ച എൻ്റെ അനീതിക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് എഴുതുക. എൻ്റെ അനീതിയുടെ പേര് ആൻമരിയ എന്നാണ്. അവൾക്ക് തെറ്റായൊരു ബന്ധമുണ്ട്. ആ ബന്ധത്തിൽ നിന്നും വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ആ മകൾ ദൈവവിശ്വാസത്തിൽ വളരുന്നതിന് വേണ്ടിയും അച്ഛ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജോവാക്കിം ആൻ്റണി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയാണ്. SLC പരീക്ഷയിൽ ഉന്നതമായിട്ടുള്ള മാർക്ക് ലഭിക്കാൻ വേണ്ടി ജിനുവച്ച പ്രാർത്ഥിക്കണേ. ദൈവത്തിന് മുമ്പിൽ ആ മകന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കുടുംബ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് അച്ഛാ ഞാനിത് പ്രാർത്ഥന സഹായം ചോദിക്കുക. എൻ്റെ പേര് ലിസി എന്നാണ്. ലിസി എന്ന ആ സഹോദരിയുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വലിയൊരു ലെറ്ററാണ്. അതിലൊത്തിരി ആവശ്യങ്ങൾ, ഭർത്താവിൻ്റെ മദ്യപാനശീലം മാറണം, കുടുംബ സമാധാനം, രോഗം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അപ്പൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടി, അങ്ങനെ ഒത്തിരി പ്രാർത്ഥനാവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് മുമ്പിൽ അതൊക്കെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആൻസി ജോണി എന്ന് പറയുന്ന മകളുടെ പ്രാർത്ഥനയാണ്. സ്നേഹം നിറഞ്ഞ ജിനുവച്ച എല്ലാ ചൊവ്വാഴ്ചയിലും പങ്കെടുക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എൻ്റെ നിയോഗങ്ങൾ 12 ലക്ഷം രൂപ കടബാധ്യതയുണ്ട്. അത് മാറിക്കിട്ടാൻ അച്ഛൻ പ്രാർത്ഥിക്കണം. എൻ്റെ മക്കളായ ഏഞ്ചൽ ജോണി, എമ്മിൽ ജോണി, ഇവരുടെ ദൈവവിശ്വാസം വളരുന്നതിന് വേണ്ടിയും നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിന് മുമ്പിൽ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സാനിയ എന്ന് പറയുന്നൊരു മകളുടെ പ്രാർത്ഥനയാണ്. അയർലൻഡിലായിരിക്കുന്ന എൻ്റെ സഹോദരൻ സാജന് വേണ്ടി അച്ഛ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ജോലിയിൽ ഒത്തിരിയേറെ തടസ്സങ്ങളും ഒരു ജോലി സ്ഥിരമാകുന്നതിന് വേണ്ടിയും അച്ഛ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ മുമ്പിൽ ആ നിയോഗങ്ങൾ മുഴുവൻ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ജിനുവച്ച എൻ്റെ പേര് ടെസ്സി മാർട്ടിൻ എന്നാണ്. ഭർത്താവിൻ്റെ അസുഖങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. കടബാധ്യത മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. തെരേസ എന്ന മകൾക്ക് വിദേശത്ത് പോകാനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ തൈറോയിഡ് സംബന്ധമായ അസുഖങ്ങൾ മൂലം വേദന അനുഭവിക്കുന്ന ആനി എന്ന് പറയുന്നൊരു മകൾക്ക് വേണ്ടി പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. മാർട്ടിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. ലിയോ എന്ന് പറയുന്നൊരു മകന് വേണ്ടി +1 ഉന്നതമായിട്ടുള്ള മാർക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ ഈ നിയോഗങ്ങൾ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കുഞ്ഞുമോൻ എന്ന് പറയുന്നൊരു സഹോദരന് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നുണ്ട്. കുടുംബത്തിൻ്റെ സമാധാനം, ശാന്തിയും അനുഗ്രഹങ്ങളും നിറയുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
മേരി എന്ന് പറയുന്നൊരു മകള് ഭർത്താവിൻ്റെ മദ്യപാനശീലം മാറാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ ആ നിയോഗങ്ങൾ മുഴുവൻ നമുക്ക് സമർപ്പിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. തെറ്റായ ബന്ധത്തിൽ പെട്ടുകിടക്കുന്ന ഒരു മകൾക്ക് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നൊരു അമ്മ, പേര് പറഞ്ഞിട്ടില്ല, ആ മകളെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അച്ഛാ, എൻ്റെ പേര് പ്രണവ് എന്നാണ്. പ്രണവ് കേട്ടോ. ആ മകൻ്റെ പ്രാർത്ഥനാ നിയോഗം വെച്ചാൽ വിവാഹത്തിന് ശേഷം ഒത്തിരി അസ്വസ്ഥതകളിലൂടെയാണ് എൻ്റെ കുടുംബം കടന്നു പോവുക. വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമായിട്ടുള്ളൂ. പക്ഷേ ഒത്തിരി പ്രശ്നങ്ങളാണ് ഞങ്ങളുടെ വീട്ടിൽ. എന്നും വഴക്കും ഒച്ചപ്പാടും ഭാര്യയും ഞാനുമായിട്ട്. അച്ഛാ, കുടുംബ സമാധാനത്തിന് വേണ്ടി അച്ഛാ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിന് മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സിജോൺ എന്ന് പറയുന്ന ഒരു മകൻ്റെ പ്രാർത്ഥന നിയോഗം, വിവാഹ തടസ്സം മാറാൻ വേണ്ടി അച്ഛ പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ടിജി എന്ന് പറയുന്ന ഒരു മകൾക്ക് 2 വർഷമായിട്ട് സ്ട്രോക്ക് വന്ന് ഒരു വശം പൂർണ്ണമായിട്ടും തളർന്ന് കിടപ്പിലാണ്. രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അച്ഛ പ്രാർത്ഥിക്കണേ. ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജോസഫ് എന്ന് പറയുന്നൊരു മകൻ്റെ പ്രാർത്ഥനാ സഹായം, കുടുംബ സമാധാനത്തിനും കടബാധ്യത മാറുന്നതിന് വേണ്ടിയും അച്ഛ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ആ നിയോഗങ്ങൾ മുഴുവൻ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രാധിക എന്ന് പറയുന്നൊരു മകള്, മാതാപിതാക്കളെ ഓർത്ത് വിഷമിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും അച്ഛ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം വീട് ജപ്തിയുടെ വക്കിലാണ്. അച്ഛ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേന്ന് അപേക്ഷിക്കുന്നു. ചിന്നമ്മ എന്ന് പറയുന്നൊരു മകളുടെ പ്രാർത്ഥന, എൻ്റെ മകൻ ജയ്മോന് കുറേ വർഷങ്ങളായി വിവാഹം നോക്കുന്നു, ഒന്നും നടക്കുന്നില്ല, ഒത്തിരി തടസ്സങ്ങളാണ്. സ്നേഹം നിറഞ്ഞ ജിനുവച്ച എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, എൻ്റെ മോന് വേണ്ടിയും പ്രാർത്ഥിക്കണേ. അഗസ്റ്റസ് എന്ന് പറയുന്ന ഒരു മകൻ്റെ പ്രാർത്ഥനാ നിയോഗം, ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പോൾ ജർമ്മനിക്ക് പോകാൻ B2 പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യത്തെ ചാൻസിൽ തന്നെ പാസ്സായ എനിക്ക് ജർമ്മനിക്ക് പോകാൻ സാധിക്കണമേ എന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണേ. ദൈവത്തിൻ്റെ മുമ്പിൽ ഈ നിയോഗങ്ങൾ മുഴുവൻ നമുക്ക് സമർപ്പിക്കാം. അതോടൊപ്പം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് പാടാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. ഒരിക്കൽ കൂടി ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. ബ്രിജിറ്റ് എന്ന് പറയുന്നൊരു മകളുടെ പ്രാർത്ഥനയാണ്. അച്ഛാ, എനിക്ക് ഹൃദയ സംബന്ധമായ അസുഖത്തിന് അടിമയാണ് ഞാൻ. ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ, യാതൊരുവിധ പ്രശ്നങ്ങളില്ലാതിരിക്കാൻ. ദൈവത്തിൻ്റെ മുമ്പിൽ മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. റീന എന്ന് പറയുന്ന മകളുടെ പ്രാർത്ഥന, കാരുണ്യവാനായ ഈശോയെ, എൻ്റെ ഭർത്താവിന് സ്ട്രോക്ക് വന്നിട്ട് ഒരു വശം തളർന്നുപോയി. ഇപ്പോൾ കുറേശ്ശെ നടന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ചേട്ടന് ആകെ ദേഷ്യമാണ്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ മരവിപ്പും വേദനയും മാറി പഴയതുപോലെ നടക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. മേഴ്സി ജോൺ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രാർത്ഥന, എൻ്റെ മകൻ ജാക്സണ് 34 വയസ്സായി, വിവാഹം നടന്നിട്ടില്ല. അച്ഛ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. റോജൻ വർഗീസ് എന്ന് പറയുന്ന ഒരു മകൻ്റെ പ്രാർത്ഥന, ദാമ്പത്യ ജീവിതത്തിൽ ഞാൻ തൃപ്തനല്ല, ഒത്തിരി പ്രശ്നങ്ങൾക്കും ഒത്തിരി സങ്കടങ്ങൾക്കും അടിമയാണ് എൻ്റെ ഭാര്യ. അതോടൊപ്പം തന്നെ ഒത്തിരി പ്രശ്നങ്ങളാണ് ഞങ്ങളുടെ കുടുംബത്തിൽ. അച്ഛ പ്രത്യേകമായിട്ട് എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ. ദൈവത്തിന് മുമ്പിൽ ആ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഞാൻ +1 പഠിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും കഴിഞ്ഞ 13 വർഷമായി വാടകയ്ക്ക് താമസിക്കുന്നു. അച്ഛൻ പ്രത്യേകമായിട്ട് എൻ്റെ കുടുംബത്തിന് വേണ്ടിയും എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയും അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കണം. ദൈവത്തിന് മുമ്പിൽ ആ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ധന്യ എന്ന് പറയുന്ന ഒരു മകളുടെ പ്രാർത്ഥനാ നിയോഗമാണ്. ഒരു ഭവനം നൽകി അനുഗ്രഹിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥന ചോദിക്കുന്നു. അതുപോലെ തന്നെ കൊച്ചു കുഞ്ഞെന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ പ്രാർത്ഥനാ നിയോഗം, എൻ്റെ മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, നല്ല മാർക്കോടുകൂടെ പാസ്സാകാനും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ മുമ്പിൽ ആ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജിജേഷ് എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ പ്രാർത്ഥനയാണ്. അച്ഛാ, ഖത്തറിൽ ജോലിയാണ് എനിക്ക്. അച്ഛൻ്റെ എല്ലാ പ്രാർത്ഥനാ കാര്യങ്ങളിലും പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ. എല്ലാ ദിവസത്തെ വിശുദ്ധ കുർബാനയിലും പങ്കെടുക്കുന്നു.
ജോലിക്ക് പോകുമ്പോഴൊക്കെയാണ് ഞാനതിൽ പങ്കെടുക്കുക. പലപ്പോഴും നൊവേന പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ നിയോഗം കൂടി എഴുതി അയക്കണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അച്ഛൻ എൻ്റെ നിയോഗം ഇതാണ്, എൻ്റെ കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. ഞാൻ നാട്ടിലില്ലാത്തത് മൂലം എൻ്റെ ഭാര്യയും എൻ്റെ വീട്ടുകാരും തമ്മിൽ ഒത്തിരി പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ വന്നാൽ കടബാധ്യത തീർക്കാനും സാധ്യമല്ല. അച്ഛാ പ്രത്യേകം പ്രാർത്ഥിക്കണേ ഒരു കുടുംബ സമാധാനത്തിന് വേണ്ടി. എനിക്ക് വീട്ടിൽ സമാധാനം ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വീട്ടിലെ സമാധാനം ഇല്ലാത്തതുകൊണ്ട് ഒത്തിരി വിഷമത്തിലൂടെയാണ് അദ്ദേഹം ഖത്തറിൽ ജീവിക്കുക. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ആ സഹോദരന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ആ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആൻസി എന്ന് പറയുന്നൊരു മകളുടെ പ്രാർത്ഥന, ഒരു സ്ഥലം വിറ്റുപോകാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സീന എന്ന് പറയുന്നൊരു മകളുടെ പ്രാർത്ഥനയാണ്. ഞാനും ഭർത്താവും 2 ആൺമക്കളും അടങ്ങുന്ന കുടുംബമാണ് എൻ്റേത്. എൻ്റെ ഭർത്താവിന് ജോലിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ജോലിയിൽ ഒത്തിരി തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങളെല്ലാം മാറുന്നതിന് വേണ്ടിയും, അതോടൊപ്പം മൂത്ത മകൻ 3 വർഷമായിട്ട് ജോലിയില്ലാതെ വിഷമിക്കുന്നു. അവൻ പലവിധ ഇൻ്റർവ്യൂകൾക്കൊക്കെ പോകുന്നുണ്ട്, പക്ഷെ ഒന്നും ശരിയാകുന്നില്ല. അച്ഛൻ പ്രത്യേകമായിട്ട് എൻ്റെ മോനും എൻ്റെ ഭർത്താവിന് വേണ്ടി കൂടി അച്ഛൻ പ്രാർത്ഥിക്കണം. ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സലോമി എന്ന് പറയുന്നൊരു മകളുടെ പ്രാർത്ഥനയാണ്. എൻ്റെ വയറിൻ്റെ വേദന മാറ്റിത്തരണമേ. ഡോക്ടർ നോക്കിയിട്ടൊന്നും പറയുന്നില്ല, പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ല എന്നാണ് പറയുക, പക്ഷേ എപ്പോഴും വയറ് വേദനയാണ്. അതോടൊപ്പം മകൻ്റെ പോളണ്ടിന് പോയിരിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവിൽ നിറയുവാനും അവിടെ സമാധാനത്തോടെ ജീവിക്കാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. എൻ്റെ ഇളയ മകന് 30 ലക്ഷം രൂപ കടമുണ്ട്. അതോടൊപ്പം തന്നെ കുഞ്ഞിന് സൊറിയാസിസും ഉണ്ട്. ഇതെല്ലാം മാറ്റിത്തരണേന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. ദൈവത്തിന് മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ജപ്തിയുടെ വക്കിലെത്തി നിൽക്കുന്ന ഒരു കുടുംബം പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നുണ്ട്. പേര് പൗലോസ് എന്നാണ് ആ സഹോദരൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സാൽവിൻ എന്ന് പറയുന്നൊരു മകൻ്റെ പ്രാർത്ഥന. അച്ഛാ +2 പഠിക്കുന്നു, നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ അച്ഛൻ പ്രാർത്ഥിക്കണേ. ഫിലോമിന എന്ന് പറയുന്ന മകളുടെ പ്രാർത്ഥന. മകന് 30 വയസ്സായി, വിവാഹമൊന്നും നടന്നിട്ടില്ല, മകന് വേണ്ടി പ്രാർത്ഥിക്കണേ. വീട്ടിൻ്റെ കടബാധ്യത മാറാൻ വേണ്ടി ഒരു കുടുംബം പ്രാർത്ഥന ചോദിച്ചിരിക്കും. ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ബിബിൻ എന്ന് പറയുന്നൊരു മകൻ്റെ പ്രാർത്ഥനയാണ്. അച്ഛാ എനിക്ക് ക്യാൻസറാണ്, എനിക്ക് 34 വയസ്സേ ഉള്ളൂ, അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ഒത്തിരി വിഷമത്തിലൂടെയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുക. അച്ഛൻ്റെ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ഓർക്കണേ. ദൈവത്തിൻ്റെ മുമ്പിൽ വലിയൊരു ലെറ്ററാണ്, അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ആ മകന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആൻമരി എന്ന് പറയുന്നൊരു മകൾക്ക് വേണ്ടി 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പരീക്ഷയിൽ ഉന്നതമായിട്ടുള്ള മാർക്ക് ലഭിക്കാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജോൺ എന്ന് പറയുന്ന ഒരു മകൻ്റെ പ്രാർത്ഥന. അച്ഛാ ഞാൻ വിദേശത്ത് പോകാനായിട്ട് ഒത്തിരി നാളായിട്ട് ട്രൈ ചെയ്യുന്നു, ഒന്നും നടക്കുന്നില്ല, അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഗോഡ്വിൻ എന്ന് പറയുന്നൊരു മകൻ്റെ പ്രാർത്ഥനയാണ്. ദൈവത്തിന് മുമ്പിൽ ആ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അച്ഛാ എനിക്ക് PR കിട്ടാൻ വേണ്ടി, വിദേശത്താണ് ആ മകൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാകാനും വിദേശത്ത് PR കിട്ടാൻ വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ഡിസ്ന എന്ന് പറയുന്നൊരു മകളുടെ പ്രാർത്ഥനയാണ്. അച്ഛാ എൻ്റെ മാതാപിതാക്കൾ എന്നും വഴക്കും ഒച്ചപ്പാടുമാണ്, അവർ തമ്മിൽ സ്നേഹത്തോടെ പോകാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിന് മുമ്പിൽ ആ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ട്രീസ എന്ന് പറയുന്നൊരു മകളുടെ പ്രാർത്ഥനയാണ്. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥ ശക്തിയിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് അച്ഛാ ഞാൻ ഈ നിയോഗം എഴുതുന്നത്. അച്ഛനെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾ താമസിക്കുന്ന ഒരു പഴയ വീട്ടിലാണ്, ഇച്ചിരി സ്ഥലമുണ്ട്, ഒരു വീട് പണിയാൻ ആഗ്രഹമുണ്ട്, മാർഗങ്ങളൊന്നും മുൻപിലില്ല. അതെല്ലാം ശരിയാകാനും എൻ്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. അക്ഷയ് എന്ന് പറയുന്നൊരു മകൻ്റെ പ്രാർത്ഥന. +2 ഉന്നതമായിട്ടുള്ള മാർക്ക് ലഭിക്കാൻ വേണ്ടി. ഷേർലി എന്ന മകളുടെ ഒരു പ്രാർത്ഥന. സ്നേഹം നിറഞ്ഞ ജിനുവച്ച എൻ്റെ മക്കൾ 2 പേരും സൽസ്വഭാവത്തിൽ വളരാൻ വേണ്ടി പ്രാർത്ഥിക്കണേ. ഇപ്പോൾ തെറ്റായിട്ടുള്ള കൂട്ടുകെട്ടുകളൊക്കെ എൻ്റെ മക്കൾക്കുണ്ട്, എന്തോരം പറഞ്ഞിട്ടും കേൾക്കണില്ല. അവർ എന്നും ഞാനെന്തെങ്കിലും പറയുമ്പോൾ തിരിച്ച് വഴക്കുണ്ടാക്കുകയാണ്. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം എൻ്റെ മക്കൾക്ക് വേണ്ടി. എൻ്റെ എല്ലാ പ്രതീക്ഷയും എൻ്റെ മക്കളാണ്. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ദൈവത്തിന് മുമ്പിൽ ആ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ പേര് ഷൈജു എന്നാണ്. കടബാധ്യത മാറാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണേ. അതോടൊപ്പം തന്നെ ജുബീന എന്ന് പറയുന്നൊരു മകള് അലർജി ആണ്, അത് അലർജി മാറാൻ വേണ്ടി പ്രാർത്ഥന സഹായം ചോദിക്കുന്നു. കടബാധ്യത മാറാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. അതോടൊപ്പം ഭർത്താവ് വിശ്വാസത്തിൽ വളരാൻ വേണ്ടി ഒരു ഭാര്യ പ്രാർത്ഥന ചോദിക്കുന്നു. ടെസ്ലിൻ എന്ന് പറയുന്ന ഒരു മകള് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത് ഒരു സിസ്റ്ററാണ് കേട്ടോ, സിസ്റ്റർ ടെസ്ലിൻ.
സഹോദരി പറഞ്ഞിരിക്കുക, അച്ഛാ എൻ്റെ കുടുംബത്തിന് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. അതോടൊപ്പം ധാരാളം ദൈവവിളികൾ ഉണ്ടാകാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. എൻ്റെ കുടുംബത്തിൽ സഹോദരങ്ങൾ തമ്മിൽ വഴക്കും ഒച്ചപ്പാടൊക്കെ ഉണ്ട്. അതിൽ സമാധാനം ഇല്ലാത്തൊരവസ്ഥയിലൂടെയാണ് എൻ്റെ മാതാപിതാക്കൾ കടന്നു പോവുക. അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. അസിസ്റ്ററിന് വേണ്ടി കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് മുമ്പിൽ ആ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. റോഷൻ എന്ന് പറയുന്നൊരു സഹോദരൻ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. 10ാം ക്ലാസ്സിൽ ഉന്നതമായിട്ടുള്ള മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ ഡെൽവിൻ എന്ന് പറയുന്ന ഒരു മകൻ്റെ പ്രാർത്ഥനയാണ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കുടുംബസമാധാനത്തിന് വേണ്ടിയിട്ടും കടബാധ്യത മാറാൻ വേണ്ടിയിട്ടും ദൈവത്തിൻ്റെ മുമ്പിലെ ഈ നിയോഗങ്ങൾ മുഴുവൻ നമുക്ക് സമർപ്പിക്കാം. ഈ നിയോഗങ്ങൾ മുഴുവൻ എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. ഒരിക്കൽ കൂടി വിശ്വാസത്തോടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ കർത്താവേ, യാചന കേൾക്കണമേ. പ്രത്യേകമായിട്ട് ഇന്നത്തെ കുർബാനയിലും നൊവേനയിലൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ബോബി ജോസഫ് കമ്മട്ടിത്തറ, ജെറാൾഡ് ജോൺ ജോബി, അഖിൽ ടോം സക്രിയ, 3 മക്കളുടെ ഭാവിക്ക് വേണ്ടി, ഒരു വിശ്വാസി പുറത്തേക്ക് പോകാനുള്ള പേപ്പർ വർക്കുകൾ നടക്കാൻ വേണ്ടി, റേച്ചൽ ജോമോൻ എന്ന വ്യക്തിക്ക് വേണ്ടി, ഒരു വിശ്വാസി 6-ാം തീയതിയും 12-ാം തീയതിയും നടക്കുന്ന എക്സാമിൽ ഉന്നതമായിട്ടുള്ള വിജയം വരിക്കാൻ വേണ്ടി, ഫെലിസി എന്ന മകൾക്ക് വേണ്ടി, ഒരു മകളുടെ ജോലി ശരിയാകാൻ വേണ്ടി, ജോയൽ പെരുഞ്ചേരി എന്ന മകന് PR കിട്ടാൻ വേണ്ടി, ജോബി റിജോ എന്ന മക്കളുടെ കാര്യങ്ങൾ ശരിയാകാൻ വേണ്ടി, വിവാഹ തടസ്സം മാറാൻ വേണ്ടി ഒരു മകന് വേണ്ടി പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നത്, ജിയോ ടോമി കൊളനാട്ട് അസ്വസ്ഥതകൾ മാറാനും നല്ല മകനായിട്ട് ജീവിക്കാനും വേണ്ടി, മരിയ കാര്യവളുടെ കുടുംബത്തിന് വേണ്ടി, ഒരു വിശ്വാസിയുടെ എല്ലാ കാര്യങ്ങളും എക്സാം പാസ്സായതിൽ നന്ദി പറയുന്നതോടൊപ്പം മകളുടെ പഠനത്തിന് വേണ്ടി, ഒരു വിശ്വാസിക്ക് കുടുംബത്തിലേക്ക് തിരിച്ചു വരുവാനും ആ സഹോദരിയുടെ എല്ലാ കാര്യങ്ങളും മാറുന്നതിനും തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടി, തോമസ് ഐവിളി എന്ന അപ്പച്ചൻ്റെ അസ്വസ്ഥതകൾ മാറാൻ വേണ്ടി, ജസ്റ്റിൻ കോടപ്പള്ളി എന്ന മകൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാകാനും ആ മകൻ്റെ എല്ലാ പ്രാർത്ഥനാ ആവശ്യങ്ങളും നടന്നു കിട്ടാനും വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. തമ്പുരാനോട് പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക, എല്ലാ കാര്യങ്ങളും വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ നടത്തി തരും. വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിച്ചവരാരും നിരാശരായി പോയിട്ടില്ല. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ഈ നിയോഗങ്ങളെല്ലാം ചേർത്ത് വെച്ച്, ഈ ആവശ്യങ്ങളെല്ലാം ചേർത്ത് വെച്ച്, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങളെല്ലാം ഓർത്തുകൊണ്ട് വിശുദ്ധ അന്തോണീസിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനാ ഗാനം ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈ നിമിഷം ആലപിക്കാം. യേശുവിൻ സന്നിധിയിൽ സിദ്ധനാമന്തോനീസേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ.
മാധ്യസ്ഥം തേടുവോർ തൻ യാചന കേട്ടവരിൽ സംതൃപ്തി ചേർപ്പവനേ. യേശുവിൻ സന്നിധിയിൽ സിദ്ധനാമന്തോണീസേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധ അന്തോണീസിനെ അനുഗ്രഹിക്കുവാൻ തിരുമനസ്സായ ദൈവമേ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെയും മാതാവും കന്യകയുമായ മറിയത്തിന്റെയും നീതിമാനായ മറിയൗസേപ്പിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും നീതിമാന്മാരെല്ലാവരുടെയും പ്രാർത്ഥനകളും സുഹൃതങ്ങളും പരിഗണിച്ച് ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും കരുണാപുരം സ്വീകരിക്കണമേ. അങ്ങേ പ്രസാദിപ്പിച്ച് വിശുദ്ധ അന്തോണീസിനെ മാധ്യസ്ഥം വഴി ഞങ്ങൾ യാചിക്കുന്ന പ്രത്യേക അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ആമേൻ. നിർമ്മലനും വിനീതനുമായ വിശുദ്ധ അന്തോണീസിന് അത്ഭുത പ്രവർത്തനങ്ങൾക്കുള്ള വരം നൽകി അനുഗ്രഹിച്ച ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ രക്ഷകനായ മിശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുവാനായി കൂടിയിരിക്കുന്ന എളിയവരായ ദാസർ ആത്മീയവും ശാരീരികവുമായ അനുഗ്രഹങ്ങളാൽ സമ്പന്നരാകട്ടെ. ദുഷ്ടാരൂപികളുടെയും ക്ഷുദ്രജീവികളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും സകലവിധ രോഗങ്ങളിൽ നിന്നും എല്ലാവരും സംരക്ഷിതരാവട്ടെ. ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രലോഭനങ്ങളെ നേരിടുവാനുള്ള ശക്തി ഏവർക്കും ലഭിക്കുമാറാകട്ടെ. ആകുലതകളും ആശങ്കകളും കൂടാതെ ഈ ലോക ജീവിതം വിജയപ്രദമായി നയിക്കുവാനും പരലോകത്തിൽ നിത്യസൗഭാഗ്യം അനുഭവിക്കുവാനും ഇന്നത്തെ നൊവേനയിൽ സംബന്ധിച്ച ഈ സമൂഹത്തിനും ഇവരുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഇടയാകട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ അന്തോണീസ് പുണ്യവാന്റെ മാധ്യസ്ഥ ശക്തിയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.